ഹായ് ഓൾ. IPL 2025 സീസണ് സമാപനം കുറിച്ചിരിക്കുകയാണ്. ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യമായിട്ട് IPL കിരീടം നേടുകയാണ്. ആ ഒരു വിരാട് കോഹ്ലിയുടെ അല്ലെങ്കിൽ RCB ആ ഒരു ആരാധകരുടെ ജേണി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണി തന്നെയാണ്. വിരാട് കോഹ്ലിയുടെ കരിയറിൽ ഒരു റെഡ് മാർക്ക് തന്നെയായിരുന്നു ഒരു IPL ട്രോഫി ഇല്ല എന്നുള്ളത്. സോ അതിന് അദ്ദേഹം തൻ്റെ 18ാം സീസണിൽ അദ്ദേഹം ഒരു വിരാമം കുറിച്ചിരിക്കുകയാണ്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് IPL 2025 ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റുകൾ, ഒരു PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, 10th ലെവൽ എക്സാം ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യ മേഖല തന്നെയാണ് IPL എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ നമ്മൾ ഈ ക്ലാസ്സിൽ IPLുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സീസണിലെ പ്രധാനപ്പെട്ട ആ ഒരു PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 18ാമത്തെ സീസൺ ആയിരുന്നു ഇതെന്ന് പറയുന്നത്, 2025 എന്ന് പറയുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. അവർ ആദ്യമായിട്ട് IPL കിരീടം ചൂടുകയാണ്. ടോട്ടൽ ഇപ്പോൾ 8 ടീമുകൾ IPL ട്രോഫി നേടിയിട്ടുണ്ട്. ആദ്യ സീസണിൽ രാജസ്ഥാൻ നേടി, അതിനുശേഷം ഡെക്കാൻ, ഇപ്പോൾ ആ ഒരു ഫ്രാഞ്ചൈസി ഇല്ല. പിന്നെ ചെന്നൈ നേടുന്നുണ്ട്, കൊൽക്കത്ത നേടുന്നുണ്ട്, മുംബൈ നേടുന്നുണ്ട്, 2016 ഹൈദരാബാദ്, അതിനുശേഷം ഗുജറാത്ത് ടൈറ്റൻസ്. പിന്നെ 8ാമത്തെ ടീമായിട്ട് ഇതുവരെ IPL 8 ടീമുകളാണ് ട്രോഫികൾ നേടിയിട്ടുള്ളത്. അപ്പോൾ 8ാമത്തെ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്, RCB. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുവരെ IPL 8 ടീമുകളാണ്. അതിൽ ഡെക്കാൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസി ഇപ്പം നിലവിലില്ല. അതിന് പകരമായിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്ന ടീം ആക്ച്വലി ഇപ്പോൾ ഉള്ളത്. എന്നാൽ കൂടി ആക്ച്വലി ഈ ഒരു ഡെക്കാന് റീപ്ലേസ് ആയിട്ടാണ് ഹൈദരാബാദ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ രണ്ട് ടീമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയാണ്. സോ 8 ടീമുകളാണ് ഇതുവരെ IPL ട്രോഫി നേടിയിട്ടുള്ളത്. ഓക്കെ, ഇനി റണ്ണേഴ്സ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ആണ്. ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഇന്ത്യൻ താരം നയിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റനാണ് രജത് പട്ടിദാർ എന്ന് പറയുന്നത്. രജത് പട്ടിദാർ മേ ബി ചിലപ്പം ചോദിക്കാം. രജത് പട്ടിദാർ എന്ന് പറയുന്ന പ്ലെയർ ആണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണ്. ഇനി IPL പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ്, അങ്ങനെ കുറച്ച് അവാർഡുകളാണ്. നമ്മളെല്ലാം പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മേ ബി IPLന്റെ ആ ഒരു സമ്മാനദാന ചടങ്ങ് കാണുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ 4, ഏറ്റവും കൂടുതൽ 6, മികച്ച ക്യാച്ച്, മികച്ച സ്ട്രൈക്ക് റേറ്റ്, ഇങ്ങനെയൊക്കെ ഓരോ അവാർഡുകളുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരത്തിനാണ് ഓറഞ്ച് ക്യാപ്പ് ലഭിക്കുക. ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിനാണ് ഓറഞ്ച് ക്യാപ്പ് ലഭിക്കുക. അത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ എന്ന് പറയുന്ന പ്ലെയറിനാണ് ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചിട്ടുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ, ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ എന്ന പ്ലെയറിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി പർപ്പിൾ ക്യാപ്പ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്, ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിനാണ് പർപ്പിൾ ക്യാപ്പ്. അത് ലഭിച്ചത് പ്രസീദ് കൃഷ്ണ എന്ന് പറയുന്ന, വൺസ് അഗെയിൻ ഗുജറാത്ത് ടീമിന്റെ പ്ലെയർ ആണ് പ്രസീദ് കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും ഒരേ ടീമിൽ നിന്നാണ്. ഓക്കെ, പർപ്പിൾ ക്യാപ്പ് പ്രസീദ് കൃഷ്ണയാണ്. 25 വിക്കറ്റ് ആണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഉടനീളം നേടിയിട്ടുള്ളത്. ദെൻ ഓറഞ്ച് ക്യാപ്പ് ആണെങ്കിൽ സായ് സുദർശൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി മികച്ച യുവതാരം, ഈ സീസണിലെ മികച്ച യുവതാരം വൺസ് അഗെയിൻ സായ് സുദർശൻ ആണ്. സായ് സുദർശന്റെ ഒരു ബെസ്റ്റ് IPL സീസൺ തന്നെ പറയാം. കാരണം ഒരുപാട് പുരസ്കാരങ്ങൾ, മികച്ച ഏറ്റവും കൂടുതൽ റൺസ്, മികച്ച യുവതാരം, ഏറ്റവും കൂടുതൽ 4,
ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ സായ് സുദർശന് ഈ ഒരു സീസൺ നേടുന്നുണ്ട്. സോ സായ് സുദർശന്റെ മികച്ചൊരു സീസൺ ആണ്. സോ മികച്ച യുവതാരം എന്ന് പറയുന്ന ആരാണ്? സായ് സുദർശനാണ്. പ്ലെയർ ഓഫ് ദി സീസൺ, ഈ ടൂർണമെന്റിലെ മികച്ച താരം ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. ഓക്കെ, സൂര്യകുമാർ യാദവ് കേട്ടോ, ഫുൾ നെയിം അതാണ്. SKY അല്ലെ, സ്കൈ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് ആണ് ഈ സീസണിലെ മികച്ച താരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൂർണമെന്റിലെ മികച്ച താരം സൂര്യകുമാർ യാദവ് ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് സൂര്യകുമാർ യാദവ്. ഇനി ഫൈനലിലെ മികച്ച താരം ക്രൂണാൽ പാണ്ഡ്യയാണ്. RCB പ്ലെയർ ആയിട്ടുള്ള, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്ലെയർ ആയിട്ടുള്ള ക്രൂണാൽ പാണ്ഡ്യ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 IPL ഫൈനലുകളിൽ മാൻ ഓഫ് ദി മാച്ച് ആകുന്ന ആദ്യ താരമാണ്. 2017 ഫൈനലിൽ മുംബൈക്ക് വേണ്ടി പൂനെക്കെതിരെയും ക്രൂണാൽ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു 18 സീസൺ നടന്നപ്പോഴും ആദ്യമായിട്ടാണ് ഒരു താരം ഫൈനലിൽ 2 മാൻ ഓഫ് ദി മാച്ച് നേടുന്നത്. അത് ക്രൂണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന RCB താരമാണ്. അദ്ദേഹം 2017 അതുപോലെ 2025 ഫൈനലുകൾ 2 ഡിഫറെന്റ് ടീമിന് വേണ്ടിയിട്ടാണ്, എന്നാൽ കൂടി 2 ഫൈനലുകൾ അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആകുന്നുണ്ട്. ഇനി ഫെയർ പ്ലേ അവാർഡാണ്. ഫെയർ പ്ലേ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച അച്ചടക്കം പുലർത്തിയ ടീമിനാണ്. അത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ്. ഈ തവണ ചെന്നൈ സൂപ്പർ കിങ്സ് അവസാനമാണ് ഫിനിഷ് ചെയ്തതെങ്കിലും ആ ഒരു മികച്ച അച്ചടക്കം എന്ന ആ ഒരു കാറ്റഗറിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി IPL തുടർച്ചയായി 6 സിക്സറുകൾ നേടുന്ന ആദ്യ താരമാരാണ്? റിയാൻ പരാഗ് ആണ്. റിയാൻ പരാഗ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാന്റെ ചില മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആയിരുന്നു. സഞ്ജു വി സാംസൺ കളിക്കുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ. എന്നാൽ കൂടി ചില മത്സരങ്ങൾ രാജസ്ഥാനെ നയിച്ചത് റിയാൻ പരാഗ് ആയിരുന്നു. അദ്ദേഹം തുടർച്ചയായി എന്ന് പറയുമ്പോൾ ഒരു ഓവറിലല്ല 6 സിക്സ് നേടിയിട്ടുള്ളത്. അദ്ദേഹം 2 ഓവറുകളിലായിട്ടാണ് തുടർച്ചയായ 6 പന്തുകളിൽ 6 സിക്സർ നേടിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ യുവരാജ് സിംഗ് അടിച്ച പോലെ ഒരു ഓവറിൽ മൊത്തമായിട്ട് 6 സിക്സ് അല്ല, ഒരു ഓവറിലെ ഒരു നിശ്ചിത പന്തുകളും പിന്നെ അടുത്ത ഓവറിൽ ഒരു ബോളും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 സിക്സർ അടിച്ച താരമാണ് റിയാൻ പരാഗ് എന്ന് പറയുന്നത്. ഇനി IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ 55 പന്തിൽ 141 റൺസ് നേടി ചരിത്രം കുറിച്ചത് അഭിഷേക് ശർമ്മ, സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. അപ്പോൾ IPL ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറഞ്ഞാൽ ക്രിസ് ഗെയിൽ എന്ന് പറയുന്ന താരത്തിന്റെ പേരിലാണ്. ക്രിസ് ഗെയിൽ എന്ന് പറയുന്ന വിൻഡീസ് താരത്തിന്റെ പേരിലാണ്. 175 റൺസ് ആണ് അദ്ദേഹം 2011 സംതിങ്ങിലൊക്കെ 11 ആ ഒരു 13 ആ ടൈമിലൊക്കെ നേടിയ റെക്കോർഡാണ്. സോ ക്രിസ് ഗെയിലാണ് 175 റൺസുമായിട്ട് IPL നിലവിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. എന്നാൽ ഒരു ഇന്ത്യൻ താരത്തിന്റെയാണ് കേട്ടോ, ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുമ്പോഴാണ് അഭിഷേക് ശർമ്മ, ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന അഭിഷേക് ശർമ്മ 141 റൺസ്. IPL ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മേ ബി ചോദിക്കാം. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അഭിഷേക് ശർമ്മയുടെ കേസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി IPL ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം 35 പന്തിൽ സെഞ്ചുറി അടിച്ച് 14 വയസ്സുകാരൻ. നമുക്കറിയാം IPL താരലേലം കഴിഞ്ഞപ്പോൾ 1.10 കോടി രൂപക്കാണ് രാജസ്ഥാൻ റോയൽസ് ഈ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയറെ ടീമിൽ എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന് ടീമിൽ ഇടം നേടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ അദ്ദേഹം ഈ ഒരു സീസണിൽ തന്നെ തൻ്റെ ആ ഒരു പ്രതിഭ എന്താണ് ലോകത്തോട് കാണിക്കുകയാണ്. അദ്ദേഹം 35 പന്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയാണ് കേട്ടോ. ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണ് വൈഭവ് സൂര്യവംശി നേടിയിട്ടുള്ളത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മാത്രമല്ല, ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കൂടി വൈഭവ് സൂര്യവംശി സ്വന്തമാക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈഭവ് സൂര്യവംശി കളിക്കുന്ന ടീം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ, രാജസ്ഥാൻ. അതുപോലെ ഈ ഒരു IPL താരലേലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു IPL സീസണിലെ താരലേലത്തിലാണ് ഒരു താരം IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച തുകക്ക് ഒരു ടീം സ്വന്തമാക്കുന്നത്. അത് ഋഷഭ് പന്താണ് അല്ലെ. ഋഷഭ് പന്ത് എന്ന് പറയുന്ന താരം 27 കോടി രൂപക്കാണ്
ആക്ച്വലി അദ്ദേഹത്തെ ലക്നൗ സൂപ്പർ ജയന്റ് എന്ന് പറയുന്ന ടീം സ്വന്തമാക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുക. IPL ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് തുകയാണ് ഋഷഭ് പന്ത്, 27 കോടി രൂപയാണ് ഋഷഭ് പന്ത് അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ലക്നൗ മുടക്കിയിട്ടുള്ളത്. അതുപോലെ വൈഭവ് സൂര്യവംശി IPL ചരിത്രത്തിലെ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 35 പന്തിൽ 14 വയസ്സുകാരൻ അത്രയും പന്ത് കൊണ്ട് സെഞ്ചുറി അടിക്കുകയാണ്. മാത്രമല്ല ഒരു ഇന്ത്യൻ താരത്തിന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി കൂടിയാണ് വൈഭവ് സൂര്യവംശി സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ഒരു IPL നമ്മൾ സെമി ഫൈനൽ എന്ന് പറയുന്ന ആ ഒരു സെമി ഫൈനൽ ആക്ച്വലി ഇല്ല. അവിടെ ക്വാളിഫയർ 1ഉം എലിമിനേറ്ററും ക്വാളിഫയർ 2 ഒക്കെയാണ്. എന്നാൽ കൂടി അവസാന നാലിൽ എത്തിയിട്ടുള്ള 4 ടീമുകളാണ്. ഒന്ന് ചാമ്പ്യൻസ് ആയ RCB, പിന്നെ പഞ്ചാബ്, അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ്, അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ്. ഈ 4 ടീമുകളാണ് അവസാന 4 ഈ 4 ടീമുകളാണ് അവസാന 4 എത്തിയിട്ടുള്ളത് കേട്ടോ. അവസാന 4 എത്തിയിട്ടുള്ള ടീമുകളാണ് RCB, പഞ്ചാബ് കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു IPL സീസൺ 2025 ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സും പ്ലസ് അതിന്റെ കണക്റ്റഡ് പോയിന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ഏരിയനെയാണ് IPL 2025. കൃത്യമായിട്ട് ഓരോ പോയിന്റും മനസ്സിരുത്തി പഠിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കൃത്യമായിട്ട് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്കെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.